മസ്കിന്റെ മക്കൾ മോഹൻലാൽ മൂവിയുടെ തനിയാവർത്തനമോ? 1989 ഒക്ടോബറിലാണ് AK ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ദശരഥം തിയേറ്ററുകളിലെത്തുന്നത്. മലയാളി അന്നോളം കേട്ടുപരിചയിക്കാത്ത കൃത്രിമ ബീജസങ്കലനവും അതിലൂടെ പിറക്കുന്ന കുട്ടിയുടെ രക്ഷകർത്തത്വവുമൊക്കെ വൈകാരികമായി ചിത്രീകരിച്ച് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി പരിണമിച്ച ദശരഥത്തിന്റെ പുതിയ പതിപ്പാകാൻ ഒരു കോടീശ്വരൻ തയ്യാറെടുക്കുന്നു. ലോകം മുഴുവൻ ഓടി നടക്കുന്ന കുട്ടികളാണത്രേ എലോൺ മസ്ക് എന്ന ഇന്നത്തെ ലോക കോടീശ്വരന്റെ സ്വപ്നം. അതിനായി വാടക ഗർഭപാത്രം തേടുകയാണ് ടിയാൻ. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പ്രകാരം വാടക ഗർഭധാരണത്തിലൂടെ കുട്ടികളുടെ ഒരു സേന തന്നെ സൃഷ്ടിക്കാനാണ് മസ്കിന്റെ നീക്കം. ആധുനിക മനുഷ്യൻ ആവശ്യമായ ബുദ്ധിശാലികളായ പൊതുജനതയെ ഉൽപ്പാദിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഈ ലക്ഷ്യത്തിലേക്ക് ദൗത്യത്തിൽ എന്നോട് സഹകരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെ കണ്ടെത്താൻ മസ്ക് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 14 കുട്ടികളുടെ പിതാവായ മസ്കിന്റെ മക്കൾ ഉണ്ടാക്കാനുള്ള മോഹം അടങ്ങുന്നേയില്ല. ഫോബ്സിന്റെ കണക്കനുസരിച്ച് ഏകദേശം $367.9 ബില്യൺ ആസ്തിയുള്ള എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ്. അല്ലെങ്കിലും കാശുള്ളവന്റെ കഴപ്പാണല്ലോ ഇല്ലാത്തവന്റെ പിഴപ്പ്.